ഇന്ന് പുറത്തൊക്കെ പോയി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഏതായാലും നമ്മൾ ഒരു ചിക്കൻ ഫില്ലറ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവിന് സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ ഫില്ലറ്റ് നല്ല മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ലൈമറ്റൊക്കെ ഭയങ്കര ചേഞ്ചാണ്, നല്ല തണുപ്പാണ് കേട്ടോ. എനിക്ക് സൗണ്ട് അതുകൊണ്ട് തീരെയില്ല. അപ്പം ചിക്കൻ ഫില്ലറ്റ് അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കുടിക്കാനായിട്ട് ഇന്നൊരു കോക്കനട്ട് വാട്ടർ വിത്ത് പൾപ്പെന്നും പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. ടെൻഡർ കോക്കനട്ട് ഇന്ത്യ. കുറേ കാലമായി എനിക്കിത് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. കരിക്കും വെള്ളം, നമ്മുടെ നാട്ടിൽ നല്ല കരിക്കും വെള്ളം കിട്ടുമല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും കുഞ്ഞിക്കുട്ടന് നല്ല വിശപ്പിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ അവന് കുറച്ച് സെർലാക്ക് എടുത്ത് കൊടുത്ത് അത് കഴിപ്പിക്കാനുള്ള തന്ത്രപ്പാടാണ് ഇവിടെ. പപ്പയും അവനും കൂടി ഗുസ്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉറക്കം വന്നിട്ട് വയ്യ, വിശക്കുന്നുമുണ്ട്, എന്നാൽ കഴിക്കാൻ കൊടുത്തിട്ട് കഴിക്കുന്നുമില്ല, കിടന്ന് കളിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലറ്റൊക്കെ ഫ്രൈ ആയി. കിച്ചു അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ വന്നൊരു പീസ് എടുത്തുകൊണ്ട് വന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. പിള്ളേരെങ്ങനെയാണല്ലോ, എന്തെങ്കിലും ആകുന്നതിന് മുമ്പേ എടുത്തുകൊണ്ട് ഓടി വരുമല്ലോ. കുഞ്ഞുകോട്ടൻ ഏതായാലും കഴിപ്പൊക്കെ കഴിഞ്ഞ് അവിടെ പോയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുടിക്കാനുള്ള കോക്കനട്ട് വാട്ടർ ഞാനിവിടെ എടുത്തു വെച്ചു. തായ്ലാൻഡിൻ്റെ പ്രൊഡക്റ്റാണെന്നൊക്കെ കാണുന്നത്, എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്കിതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കിച്ച് വലിയ കാര്യമായിട്ട് കൈ പിടിച്ചിട്ടുണ്ട്. ഉറപ്പാണ് കിച്ചു അത് കുടിക്കില്ല എന്ന്. കാരണം എനിക്കിതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ചിക്കൻ ഫില്ലറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ ഭക്ഷണം കുബൂസ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചിക്കൻ ഫില്ലറ്റ് നല്ല ക്രിസ്പി ആയിരിപ്പുണ്ട്. നല്ല ചൂടാണ്. കിച്ചു എടുത്ത് തരാൻ പറയുന്നുണ്ട്, പക്ഷേ ഭയങ്കര ചൂടാണ്. ഇതാണ് നമ്മുടെ കുബൂസ്. അപ്പം കുഞ്ഞിക്കുട്ടന് ഒരെണ്ണം ചൂട് ഊതി ഞാൻ കയ്യിൽ കൊടുത്തു. അവനത് കയ്യിൽ പിച്ചി പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ കഴിക്കാൻ തുടങ്ങി. കുബൂസ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ മുറിച്ച് അങ്ങോട്ട് കേട്ടോ, എന്നിട്ടങ്ങ് കഴിക്കാതിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ എളുപ്പമാണല്ലോ. ഇതാ ഒരു കുഞ്ഞി കൈ ഇങ്ങനെ എൻ്റെ നേരെ നീണ്ടി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവനവിടെ പാത്രത്തിൽ നിന്ന് കുബൂസ് എടുക്കുന്നു, മയണൈസ് തോണ്ടാൻ പോകുന്നു, ഭയങ്കര കളിയാണ്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിള്ളേരെങ്ങനെയാണല്ലോ, നമ്മൾ പേരൻസ് കഴിക്കുന്ന പാത്രത്തിലെല്ലാം വന്ന് തോണ്ടി പറിച്ച് ഇങ്ങനെ നടക്കണമല്ലോ. അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിലും ഇട്ട് കളിക്കുമ്പോൾ നമുക്കൊരു രസമല്ലേ, കുഞ്ഞുമക്കൾ നമ്മുടെ കൂടെ വന്ന് കഴിക്കുന്നു. അവൻ പക്ഷെ കഴിക്കല്ല കേട്ടോ, എടുത്ത് എറിയുവാണ് ചെയ്യുന്നത്. അവനെ പേടിച്ചിട്ട് മയണൈസ് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പം ഞാൻ കിച്ചാനോട് കുറച്ച് എനിക്കും കൂടി തരാൻ പറഞ്ഞ് വാങ്ങിയതാണ്. ഇതൊരു കുബൂസ് എടുത്ത് ചിക്കൻ ഫില്ലറ്റൊക്കെ അതിൻ്റെ ഫുള്ള് വെച്ച് മയണൈസൊക്കെ കൂട്ടി കഴിച്ച് നോക്കട്ടെ. ഏതായാലും ഈ സംഭവം അടിപൊളിയായിട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ചിക്കൻ ഫില്ലറ്റ്. ആകെ ഫ്ലോപ്പായി പോയത് നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസാണ്, അത് ഞാൻ കഴിച്ചില്ല. പിന്നെ മേടിച്ചുകൊണ്ട് വന്നതല്ലേ എന്നും പറഞ്ഞ് ഇച്ചാൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു. കുഞ്ഞിക്കുട്ടന് അവിടെ നിന്ന് കുബൂസ് കൊടുക്കാൻ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും എല്ലാവരും കഴിച്ചു, വയറ് നിറഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ